ഗസയിൽ ഇപ്പോൾ ഇസ്രായേലിൻ്റെ ആക്രമണം ആരംഭിച്ചിട്ട് 75 ദിവസം പിന്നിട്ടിരിക്കുന്നു. ഇപ്പോൾ ഒരു വശത്ത് വെടിനിർത്തൽ ചർച്ചകളൊക്കെ സജീവമായി തന്നെ നടക്കുന്നുണ്ട്. പക്ഷേ ഒന്നും ഫലം കണ്ടിട്ടില്ല. ഒരു മാസത്തേക്കൊക്കെ വെടിനിർത്തലാകാമെന്ന് ഇസ്രായേൽ സന്നദ്ധത അറിയിക്കുന്നുണ്ട്. പക്ഷേ സമ്പൂർണ്ണമായി വെടിനിർത്താതെ, പൂർണ്ണമായും അധിനിവേശം അവസാനിപ്പിക്കാതെ അങ്ങനെയൊരു ചർച്ചയേ വേണ്ട എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഹമാസ്. ഇവിടെ ഇപ്പോൾ ചർച്ചയാവുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ സോഷ്യൽ മീഡിയകളിൽ ഫലസ്തീൻ അനുകൂല കണ്ടന്റുകൾ അല്ലെങ്കിൽ ഫലസ്തീൻ വിഷയം ഉയർത്തിക്കാട്ടിയുള്ള പോസ്റ്റുകൾ ഒരു ഷാഡോ ബാനിങ് നേരിടുന്നു എന്നതാണ്. ഷാഡോ ബാനിങ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിന് വേണ്ടത്ര റീച്ച് ലഭിക്കാതിരിക്കും, അല്ലെങ്കിൽ ആളുകളിലേക്ക് എത്താതിരിക്കുന്ന ഒരവസ്ഥയാണ് ഷാഡോ ബാനിങ്. ഒരുപക്ഷേ അത് ഡിലീറ്റ് ചെയ്യപ്പെട്ടേക്കാം, അത് നമ്മൾ അറിയണമെന്ന് പോലുമില്ല. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് അഭിപ്രായം പറയാം, പോസ്റ്റ് ഇടാം, പക്ഷേ അതാരും കാണണമെന്നില്ല. ഇതാണ് നിലവിലെ അവസ്ഥ. ദാവൂദ്, അങ്ങനെ ഒരു അനുഭവം ആരെങ്കിലും പറഞ്ഞു കേട്ടതായി ഉണ്ടോ? അങ്ങനെ സാറിന് അങ്ങനെ ഒരു അനുഭവം നേരിട്ട് വന്നിട്ടുണ്ടോ? അല്ല, ഇതിപ്പോൾ ചർച്ചയാവുന്നതിൻ്റെ ഒരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ ഇവർ HRW ഹ്യൂമൻ റൈറ്റ്സ് എന്താണ് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് അവർ വളരെ വിശദമായിട്ടുള്ളൊരു പഠന റിപ്പോർട്ട് പുറത്തിറക്കി. അത് സോഷ്യൽ മീഡിയ മൊത്തത്തിലല്ല, സോഷ്യൽ മീഡിയ മൊത്തത്തിൽ അങ്ങനെ ഇല്ല, മെറ്റയുടെ കാര്യമാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം ആ പ്ലാറ്റ്ഫോമുകളിൽ പാലസ്റ്റൈൻ കണ്ടന്റുകൾ വളരെ ബോധപൂർവം സെൻസർ ചെയ്യുന്നു, ടേക്ക് ഡൗൺ ചെയ്യുന്നു, ഡീഗ്രേഡ് ചെയ്യുന്നു, ഡിലീറ്റ് ചെയ്യുന്നു, ഇത് പറഞ്ഞ ബാൻ ചെയ്യുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ആ പഠനം അതിഗംഭീരമായിട്ടുള്ളൊരു പഠനമാണ്. പിന്നെ വളരെ വളരെ പ്രൊഫഷണലായിട്ട് അവർ ഈ 2 മാസത്തുള്ള കണ്ടന്റുകൾ വെച്ചിട്ട് അവരതിനൊരു ആദ്യം ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇതിനകത്തൊക്കെ ടിക്ടോക്ക്, ഇതിനകത്തൊക്കെ അവർ ആദ്യം ഒരു അനൗൺസ്മെൻറ്റ് നടത്തുന്നുണ്ട്. ഞങ്ങളിങ്ങനെ ഒരു പഠനം നടത്താൻ പോവുകയാണ്, ദെൻ അപ്പോൾ നിങ്ങളുടെ അനുഭവങ്ങൾ തരണം എന്ന് പറഞ്ഞ് പബ്ലിക്കിനോട് ഒരു പബ്ലിക് അപ്പീൽ കൊടുക്കുന്നു. ഒരുപാട് ആളുകൾ അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നു അവരുടെ അനുഭവങ്ങൾ വെച്ചിട്ട്. അതിലവർ 1500 കണ്ടൻറ്റുകൾ പഠനവിധേയമാക്കുന്നുണ്ട്. അത് ഈ പറഞ്ഞ മാതിരി സെൻസറിങ്ങിനോ ഡിഗ്രഡേഷനോ ഒക്കെ വിധേയമായിട്ടുള്ള ഇതാണ്. അതിൽ 1499 കണ്ടൻറ്റും പലസ്റ്റൈൻ അനുകൂല കണ്ടൻറ്റുകളായിരുന്നു. അത് വെച്ചിട്ടുള്ള വളരെ വിശദമായിട്ടുള്ളൊരു പഠനമാണത്. അപ്പോൾ ഇത് മെറ്റ ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ള ആരോപണം ഈ യുദ്ധം ഒക്ടോബർ 7 ശേഷം വ്യാപകമായിട്ട് വരും. നമുക്ക് തന്നെ അനുഭവമാണ്. ഇപ്പോൾ നമ്മൾ ഗസയിൽ നിന്നുള്ള ഫീഡ്സ് ഏറ്റവും കൂടുതൽ എടുത്തുകൊണ്ടിരുന്ന ഒരു അക്കൗണ്ട് പാലസ്റ്റൈൻ എ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട്. അതിന് തുടക്കത്തിൽ ഇതൊക്കെ വരുന്നത് ഞാൻ അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ പേഴ്സണലി തന്നെ കോൺടാക്ട് ചെയ്തു. നമുക്ക് കണ്ടൻറ്റുകൾ എടുക്കാനുള്ള അനുവാദം മേടിച്ചിരുന്നു. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ അക്കൗണ്ട് കാണുന്നില്ല. അക്കൗണ്ട് കാണുന്നില്ല. അത് ഇവർ ഈ പറഞ്ഞ ഒരു ഷാഡോ ബാൻ ചെയ്യപ്പെട്ട് കാണും. പക്ഷേ തൊട്ടടുത്ത ദിവസം മറ്റൊരു അക്കൗണ്ട് പ്രത്യക്ഷപ്പെടുന്നു. അതിനകത്ത് അവർ പറയുന്നു ഞങ്ങളത് ഇവന്മാർ പിടിച്ചു, അതുകൊണ്ട് ബേജാറാണ്ട, പഴയ കണ്ടൻറ്റൊക്കെ ഇതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഞങ്ങൾ തുടരും എന്ന് പറഞ്ഞു. പക്ഷേ ഈ പറയുന്ന എഗൈൻ ആ പ്രീവിയസ് അക്കൗണ്ട് 3-4 ദിവസം കഴിഞ്ഞ് വീണ്ടും വരുന്നുണ്ട്. ഇങ്ങനെയുള്ള അനുഭവം ധാരാളം കണക്ക് നമുക്ക് തന്നെ അറിയാം. പലസ്റ്റൈൻ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് നമ്മൾ ഫേസ്ബുക്കിലിട്ടാൽ സാധാരണ നമ്മളുടെ ഒരു പോസ്റ്റിന് ലഭിക്കുന്ന റീച്ചോ ലൈക്കോ ഒന്നും അതിന് കിട്ടില്ല. എന്ന് മാത്രമല്ല, ഇപ്പോൾ ഹമാസ് അല്ലെങ്കിൽ ഖസാം ബ്രിഗേഡ് പോലെയുള്ള വാക്കുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ പ്രശ്നം ഇപ്പോൾ പലരും ചെയ്യുന്നുണ്ട്. HMS എന്നാണ് എഴുതി. ഇപ്പോൾ അൽ ജസീറ പോലും അവരുടെ FB വാളിൽ ഇതിൻ്റെ ക്യാപ്ഷൻ എഴുതുമ്പോൾ പിന്നെ ഖസാം എന്നുള്ളതിന് ഡോട്ട് ഇട്ടാണ് എഴുതുക, Q. അല്ലെങ്കിൽ അറബിയിലാണെങ്കിൽ അതും ഇങ്ങനെ ഡോട്ട് ഇട്ടാണ് എഴുതുന്നത്. എന്ന് പറഞ്ഞാൽ ഈ അൽഗോരിതം പെട്ടെന്ന് പിടിക്കാത്ത സ്വഭാവത്തിൽ HMS എന്ന് എഴുതുക, അല്ലെങ്കിൽ QSM എന്ന് എഴുതുക, ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഇവരതെങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ പലസ്റ്റൈൻ കണ്ടൻറ്റുകൾ ഇതാക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇത് പുതിയ കാര്യമല്ല. ഇപ്പോൾ 2021 ഈ ഷെയ്ഖ് ജറ പ്രൊട്ടസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഈസ്റ്റ് ജെറൂസലേമിൽ ഈ ഷെയ്ഖ് ജറ എന്ന് പറയുന്ന പ്രദേശത്ത് കുറേ പലസ്റ്റൈൻ വീടുകൾ പൊളിക്കാൻ ഇസ്രായേൽ തീരുമാനിക്കുന്നു. അതിനെതിരെ ഒരു വലിയ പ്രൊട്ടസ്റ്റ് ഉണ്ടാകുന്നു. അപ്പോൾ ആ സമയത്ത് അത് വലിയ ഇൻ്റർനാഷണൽ ലെവലിൽ വലിയതായ സംഭവമാണ്. അന്ന് ഇതേമാതിരി പലസ്റ്റൈൻ കണ്ടൻറ്റുകൾ വ്യാപകമായിട്ട് ടേക്ക് ഡൗൺ ചെയ്യുന്നുള്ള പരാതി വന്നപ്പോൾ ഏതാണ്ട് 50ഓളം ഈ ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻസ്, അതേമാതിരി ഡിജിറ്റൽ റൈറ്റ്സ് ഓർഗനൈസേഷൻസ്, ഈ ഡിജിറ്റൽ ആക്സസിബിലിറ്റി, ഡിജിറ്റൽ ഡെമോക്രസി, ഇത്തരം ഏരിയകളിൽ പ്രവർത്തിക്കുന്ന ധാരാളം സന്നദ്ധ സംഘടന ലോകത്തുണ്ട്. അവരെല്ലാം ചേർന്നിട്ട് മെറ്റയ്ക്ക് ഒരു നിവേദനം കൊടുക്കുന്നുണ്ട്, നിങ്ങളുടെ ഈ പരിപാടി ശരിയല്ല എന്ന് പറഞ്ഞിട്ട്. മെറ്റയുടെ ഒരു പോളിസി ഉണ്ട്. എന്താണ്? DOI, ഡേഞ്ചറസ് ഓർഗനൈസേഷൻ ആൻഡ് ഇൻഡിവിജ്വൽസ്
അവരെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളൊരു പോളിസി ഉണ്ട്. ഞങ്ങൾ DOI പോളിസി പ്രകാരമാണ് ഇതെന്ന് പറഞ്ഞിട്ട് അവർ അതിന് മറുപടി കൊടുക്കുന്നു. ഇവർ എഗൻ അതിന് ഇതാക്കുന്നു. അപ്പം മെറ്റയുടെ ഒരു ഉയർന്ന ബോഡി യോഗം ചേരുന്നു. അവരെന്താണ് ബിസിനസ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക വിഭാഗത്തെ ഇത് പഠിക്കാൻ വേണ്ടി വെക്കുന്നു. അവരിതിനൊക്കെ സാങ്കേതികമായി മറുപടി കൊടുക്കുന്നു. എനിവേ ഇതവിടെ ഉണ്ട്. ഈ പറയുന്ന ഈ DOI പോളിസി ഫ്രെയിംവർക്കിലാണ് ഞങ്ങളിത് ചെയ്യുന്നതെന്നാണ് അവർ പറയുക. പക്ഷേ അവരത് നോക്കും, മെറ്റ ഒരു അമേരിക്കൻ കമ്പനിയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഹമാസ് എന്ന് പറയുന്നത് ഒരു ഡേഞ്ചറസ് ഓർഗനൈസേഷനാണ്. കാരണം അവിടെ ക്ലാസിഫൈഡാണ്. അപ്പോൾ അതുകൊണ്ട് സാങ്കേതികമായി DOI കാറ്റഗറിയിൽ ഇത് വരും എന്ന് അവർക്ക് പറയാം. പക്ഷേ ഇവർ ഈ ഡിജിറ്റൽ റൈറ്റ്സ് ഓർഗനൈസേഷൻസ് പറയുന്നത് അത് മാത്രമല്ല, പലസ്തീനുമായി ബന്ധപ്പെട്ട എല്ലാ കണ്ടന്റുകളും ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ പലസ്തീനിൽ ഗസയിൽ ഒരു കെട്ടിടത്തിൽ ബോംബ് വന്ന് വീഴുന്നു, കുഞ്ഞുങ്ങൾ മരിക്കുന്നു. അതിൻ്റെ വിഷ്വൽസ് ഇട്ടാൽ പോലും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു കണ്ടന്റ് ഇട്ടാൽ പോലും ഈ പ്രശ്നം വരുന്നു. ഇതാണ് ഇത് വളരെ വിശദമായ ഹൈലി പ്രൊഫഷണലായുള്ളൊരു പഠനമാണ് അവർ ഇന്നലെ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. പക്ഷേ എൻ്റെ വിഷയം അതല്ല. ഇങ്ങനെയൊക്കെ ഈ ഗസ യുദ്ധത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെയൊക്കെ മെറ്റ എന്ന് പറയുന്നത് നമുക്കറിയാം സോഷ്യൽ മീഡിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോർഷൻ അവരുടെ കയ്യിലാണ്. അതല്ലാത്തതുകൊണ്ട് നമുക്കറിയാം. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും എന്താ അതുകൊണ്ട് കാര്യമുണ്ടായെന്നുള്ളതാണ്. ലോകത്ത് പബ്ലിക് ഒപ്പീനിയനെ ഏതെങ്കിലും നിലക്ക് ഇസ്രയേലിന് അനുകൂലമാക്കാൻ അത് സഹായിച്ചിട്ടില്ല. നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചർച്ച ചെയ്താണ്. ലോകമാകെ ഇപ്പോൾ പലസ്തീനുമായി യാതൊരു ബന്ധവുമില്ലാത്ത ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ വരെ ആയിരക്കണക്കിന് 10,000-കണക്കിന് ചെറുപ്പക്കാർ, വിദ്യാർത്ഥിനികൾ അവർ കൂട്ടത്തോടെ തെരുവിലിറങ്ങിയില്ല. ഈ ഗസ യുദ്ധകാലത്ത് ഏറ്റവും കൂടുതൽ റീലുകളിൽ സോഷ്യൽ മീഡിയ കണ്ടന്റുകളിൽ ഉപയോഗിക്കപ്പെട്ട പാട്ട് ഏതാണ്? ലീവ പാലസ്റ്റൈന എന്ന് പറഞ്ഞാൽ ഒരു സ്വീഡിഷ് റാപ്പറുടെ ആ പാട്ടാണ്. അത് BGM ആയിട്ട് ഇത്രയധികം BGM ആയി ഉപയോഗപ്പെടുത്ത ഒരു പാട്ട് അടുത്ത കാലത്തൊന്നും മനുഷ്യ സമൂഹം കണ്ടിട്ടുണ്ടാവില്ല. ആ നിലക്ക് ലോകത്തെ പബ്ലിക് ഒപ്പീനിയനെ ഏതെങ്കിലും നിലക്ക് ഇസ്രായേലിന് അനുകൂലമായിട്ട് സ്വാധീനിക്കുവാനോ പലസ്തീനെതിരായിട്ടോ ഇതൊന്നും കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പ്രൊജക്റ്റ് 10-7 എന്ന് പറഞ്ഞിട്ടൊരു വലിയ മൾട്ടി-ബില്യൺ പ്രോജക്റ്റിന് ഇസ്രായേൽ തുടക്കം കുറിച്ചിട്ടുണ്ട്. പ്രൊജക്റ്റ് 10/7. ഈ 10/7 എന്ന് പറയുന്നത് October 7 ആണ് ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവരുടെ കണ്ടെത്തലാണ് ഈ പബ്ലിക് ഒപ്പീനിയൻ നമുക്കെതിരാണ്. അപ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ ഈ സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് ഈ ജനറേഷൻ Z അവർക്കിടയിൽ നമ്മൾ നടത്തണം എന്ന് പറയുന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രൊജക്റ്റ് 10/7 വരുന്നത്. ഇതിൽ ഈ മെറ്റ എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ സോഷ്യൽ മീഡിയ സ്പേസിൽ അതിൽ മൊണോപ്പൊളി എന്ന് പറയാവുന്ന വിധത്തിൽ ശക്തമായുള്ളൊരു ഇതാണ്. അവർ തീരുമാനിക്കുകയാണ് പലസ്തീൻ കണ്ടന്റ് നിങ്ങൾ കാണണ്ട, എന്നിട്ടും ലോകം അത് കാണുന്നു എന്ന് പറഞ്ഞാൽ ഇത് ചെറുമകൾ എന്നോ എന്ത് വേണം നമുക്ക് പറയാം. അവർ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു ലോകം കൂടെയാണ്. മനസ്സിലായില്ലേ? ഇപ്പോൾ ഈ 5 കോടിയാണ് ഒരു അയൺ ഡോമിൻ്റെ വില എന്ന് പറയുന്നത്. ഒരു അയൺ ഡോമിൻ്റെ വില $5 കോടി കേട്ടോ. $5 കോടി. അതിലൊരു ഇൻ്റർസെപ്ഷന് $15,000 വില വരുമെന്നാണ് പറയുന്നത്. ഒരു ഇൻ്റർസെപ്ഷൻ ഈ അയൺ ഡോം നടത്തുന്നത്. ഈ ഖസാമുകാരുടെ ഇതുണ്ടല്ലോ, ഈ ഹമാസിൻ്റെ ഖസാം റോക്കറ്റ് $500 അതിൻ്റെ വില. എന്നിട്ട് ഇവരെന്ത് ചെയ്യുന്നു? ഇതിനെ മറികടക്കുന്നു. ഈ കോടികൾ വില വരുന്ന മർക്കേവയെ ഇവർ ലോക്കലി പ്രൊഡ്യൂസ് ചെയ്ത യാസീൻ എന്ന് പറഞ്ഞ ഇവരുടെ ഇതുകൊണ്ട് ഇവർ മറികടക്കുന്നു. ഒരു രാജ്യം പോലുമല്ലാത്ത യമൻ എന്ന് പറയുന്ന അവിടുത്തെ ഒരു സംഘം ലോക സമ്പദ്ഘടനയെ മുൾമുനയിൽ നിർത്തുന്നു. മെറ്റ, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് ഇവരെല്ലാം കണ്ടൻറ്റുകൾ നിഷേധിക്കുമ്പോഴും തെരുവുകൾ ഫലസ്തീൻ പതാകകളാൽ നിറയും. അതായത് നിങ്ങൾ ഉത്തരാധുനികതയുടെ ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങളുടെ ഈ മെറ്റാ നറേറ്റീവ്സ് ബൃഹദാക്കിയാണെങ്കിൽ വമ്പൻ പദ്ധതികൾ, വമ്പൻ സംഭവങ്ങൾ, വമ്പൻ രാജ്യങ്ങൾ, വമ്പൻ സൈന്യങ്ങൾ, വമ്പൻ സംവിധാനങ്ങൾ, അവ മാത്രം കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു ലോകഘടനയല്ല. മാർജിൻസിൽ നിൽക്കുന്ന ആളുകൾ, ഇതിന് പുറത്ത് നിൽക്കുന്ന ആളുകൾ, നമ്മൾ സാധാരണ അതിന് പറയൽ പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യർ, ഫ്രം മാർജിൻസ് ടു മെയിൻ സ്ട്രീം എന്ന് പറയുന്ന തരത്തിൽ അവർ ഈ വരമ്പുകളിൽ നിന്ന്, മാറ്റി നിർത്തപ്പെട്ട ഇടങ്ങളിൽ നിന്ന് അവർ ഈ പൊതു മധ്യത്തിലേക്ക് വരികയും അവർ കാര്യങ്ങൾ തീരുമാനിക്കുകയും ചെയ്യുന്ന, അവർ ഡിക്റ്റേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ലോകം പിറക്കുകയാണ് എന്നുള്ളതിൻ്റെ കൂടെ സന്ദേശമാണ്
ഈ കണ്ട സംഭവങ്ങളെല്ലാം ഒക്ടോബർ 7 ശേഷം ലോകം സാക്ഷ്യം വഹിക്കുന്നതിനാണ്. യെസ്, അതാണ് നിഷാദ്, അതാണ് ഈ ടെക്നോളജി ഉപയോഗിച്ച് വരെ ഗസയുടെ ശബ്ദം അടിച്ചമർത്താൻ നോക്കിയാണ്. പക്ഷേ എത്രയൊക്കെ നോക്കിയാലും ആ ചെറുത്തുനിൽപ്പ് അതിങ്ങനെ ഉയരെ കേട്ടുകൊണ്ടേയിരിക്കും എന്നതല്ലേ? ഇതിനകത്ത് ഇപ്പോൾ രണ്ടാമത് ദാവൂസായി പറഞ്ഞ പോയിന്റിലേക്കാണ് എനിക്കും വരാൻ തോന്നുന്ന കാര്യം. അതായത് നിയന്ത്രണങ്ങളുണ്ട് എന്നത് സ്വാഭാവികമായ കാര്യമാണ്. ഗസയും പലസ്തീനും അടക്കമുള്ള അവരുടെ രാഷ്ട്ര അവകാശം എന്ന കോസിനോട് ലോകത്തെ എല്ലാ മാധ്യമങ്ങളും തന്നെ, സോഷ്യൽ മീഡിയ മാത്രമല്ല മെയിൻ സ്ട്രീം മീഡിയ എല്ലാം മുഖം തിരിഞ്ഞാണ് നിൽക്കുന്നത് നമുക്കറിയാം. ഈ ആക്രമണം തുടങ്ങിയതിന് ശേഷം നമുക്കറിയാവുന്ന BBC അല്ലെങ്കിൽ CNN പോലെയുള്ള ലോക ജനാധിപത്യത്തിൻ്റെ കുത്തക അവകാശപ്പെടുന്ന മുഴുവൻ സ്ഥാപനങ്ങളും പെരുമാറുന്നത് എന്തുമാത്രം വിവേചനപരമായിട്ടാണ് നമുക്കറിയാം. അവർ ഗസയുടെ ശബ്ദം കേൾപ്പിക്കപ്പെടുന്നില്ല. ഗസയിൽ കൊല്ലപ്പെടുന്ന ആളുകളോട് സ്വീകരിക്കുന്ന സമീപനം എന്താണെന്ന് അറിയാം. അവിടെ ആശുപത്രിയിൽ നടക്കുന്ന ബോംബിങ്ങിൽ അവരെടുക്കുന്ന പൊസിഷൻ എന്താണെന്ന് നമുക്കറിയാം. നമ്മൾ ഗസയിൽ മരിക്കുക, ഇസ്രായേൽ കൊല്ലപ്പെടുക, ഗസയിൽ ഡൈഡ് ആൻഡ് ഇസ്രായേൽ കിൽഡ് എന്നാണ് BBC ഓർക്കണം. BBC ആണ് ലോകത്തെ ജനാധിപത്യം പഠിപ്പിക്കാൻ ഇറങ്ങിയ സ്ഥാപനമാണ്, അല്ലെങ്കിൽ മാധ്യമ നൈതികതയെ പഠിപ്പിക്കുന്ന സ്ഥാപനമാണ്. അവരുടെ സമീപനം ഇതാണ്. ഒക്ടോബർ 7 കുറിച്ച് മാത്രമേ ചോദ്യങ്ങൾ ചോദിക്കൂ. അതായത് ഏത് അതിഥിയെ അവരുടെ ഫ്ലോറിൽ കിട്ടിയാലും ഒക്ടോബർ 7 കുറിച്ച് എന്താണ് നിങ്ങളുടെ കമൻറ്റ്, നിങ്ങൾ ഹമാസിനെ അപലപിക്കുന്നുണ്ടോ, ഒക്ടോബർ 7 പിന്നിലേക്ക് പോകുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല അവർ. അപ്പോൾ മെയിൻ സ്ട്രീം മീഡിയ തന്നെ അങ്ങനെയാണ്. അപ്പോൾ സോഷ്യൽ മീഡിയക്കകത്ത് വരുമ്പോൾ അവിടെയും ഈ പറയുന്ന ഓപ്പറേറ്റേഴ്സ് ആ സമീപനം എടുക്കുന്നതിൽ അത്ഭുതമൊന്നും കാണാനില്ല. പക്ഷേ അവർക്ക് നേരത്തെ ദാവൂദ് സാഹിബ് ശരിയായി പറഞ്ഞതുപോലെ വിജയിക്കാൻ കഴിഞ്ഞു എന്നുള്ള ചോദ്യമാണ് അവിടെ ഉള്ളത്. ഇപ്പോൾ എന്താ പറയുക, ഈ ഒക്ടോബർ 7 ഹമാസിൻ്റെ പ്രത്യാക്രമണത്തിന് ശേഷം ഇവർ നടത്തുന്ന മാസീവായിട്ടുള്ള അറ്റാക്കിന് ശേഷം ഇസ്രായേലിന് അനുകൂലമായി വലിയ ക്യാമ്പയിൻ സംഘടിപ്പിക്കാനും വികാരം ഉണ്ടാക്കാനും അവർ ശ്രമിച്ചു. അതിനവർ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച #, സ്റ്റാൻഡ് വിത്ത് ഇസ്രായേൽ എന്നതായിരുന്നു. പക്ഷേ ആദ്യത്തെ 3, 4, 5 ദിവസം കഴിയുമ്പോൾ എക്സിലും ട്വിറ്ററിലും പിന്നീട് ഇൻസ്റ്റഗ്രാമിലും ഇതിൻ്റെ തോത് പറയുന്നുണ്ട്. അതായത് 38 ഇരട്ടി അധികം ആളുകൾ സ്റ്റാൻഡ് വിത്ത് ഇസ്രായേൽ എന്ന #ന് പകരം ഫ്രീ പലസ്റ്റൈൻ എന്ന # ഉപയോഗിച്ചു. എവിടെ? എക്സിൽ. ഇൻസ്റ്റഗ്രാമിലേക്ക് വരുമ്പം 27% ഇരട്ടി ആളുകൾ, അല്ലെങ്കിൽ 27 ഇരട്ടി ആളുകൾ ഫ്രീ പലസ്റ്റൈൻ എന്ന # സ്റ്റാൻഡ് വിത്ത് ഇസ്രായേലിന് പകരമായി ഉപയോഗിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ നവംബർ ലാസ്റ്റ് വീക്കിൽ ന്യൂയോർക്ക് ടൈംസ് പ്രസിദ്ധീകരിച്ച ഒരു ലേഖനത്തിൽ മാസ്ക് ബൂട്ട് എന്ന് പറയുന്ന ഒരു സൈനിക ചരിത്ര വിദഗ്ധൻ്റെ ലേഖനം അവർ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ യുദ്ധത്തിൽ നമുക്കറിയാം, എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇസ്രായേലാണ് വലിയ ശക്തി. ഇസ്രായേലിനോട് ഏറ്റുമുട്ടുക ഹമാസിനോ ഫലസ്തീനികൾക്കോ ദുർഘടമായിരിക്കും. പക്ഷേ ഈ യുദ്ധത്തിൽ ഏറ്റവും പരമപ്രധാനമായ ഒരു കാര്യം വിവരയുദ്ധമാണ്. ആ വിവരയുദ്ധം ഇസ്രായേലിൻ്റെ കയ്യിൽ നിന്ന് കൈവിട്ടു പോയിരിക്കുന്നു. കാരണം എന്താണ്? ഈ വിവരയുദ്ധത്തിൽ ഫലസ്തീനും ഹമാസും ഇസ്രയേലും ഒരുപോലെയാണെന്നോ, അല്ലെങ്കിൽ ഹമാസും പലസ്തീനും കുറച്ച് മുകളിലാണെന്നോ നമുക്ക് പറയേണ്ടി വരും. കാരണം ഇസ്രയേലിനെതിരായിട്ടുള്ള നെഗറ്റീവ് ലോകമാകെ സൃഷ്ടിക്കപ്പെടുകയും അത്തരം ദൃശ്യങ്ങൾ ലോകമാകെ പരക്കുകയും ചെയ്യാണ്. IDF എല്ലാ ദിവസവും വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ട് ആരോപണം ഉന്നയിക്കും, പുതിയ കാര്യങ്ങൾ പറയാൻ ശ്രമിക്കും. ആ വാർത്താ സമ്മേളനങ്ങളിലെ സംഗതികളല്ല ആളുകൾക്ക് കേൾക്കേണ്ടത്. അതിനപ്പുറത്ത് ജീവിക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കുകയാണ്. മോട്ടസ് അസീസാണ് അസീസ. അയാൾ 24,000 മാത്രം ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന ഇൻസ്റ്റഗ്രാം പേജുള്ള ആളാണ്. ഇപ്പോൾ 1.47 മില്യൺ ആളുകൾ അയാളെ പിന്തുടരുന്നു. എന്തിനാണ്? ആദ്യത്തെ ആക്രമണത്തിൻ്റെ ദിവസം മുതൽ ഇങ്ങോട്ട് ഗസയിൽ നടക്കുന്നത് എന്താണ് എന്ന് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയാൾ അപ്ലോഡ് ചെയ്തതിൻ്റെ വിവരങ്ങൾ കാണാനും അത് ഷെയർ ചെയ്യാനും മാത്രമായിട്ട് മില്യൺ കണക്കിന് ആളുകൾ അയാളെ ഫോളോ ചെയ്യണം. അയാൾ മാത്രമല്ല, അങ്ങനെ ഉദാഹരണം എടുത്തു പറയാൻ കഴിയുന്ന എമ്പാടും ആളുകൾ, അവിടെ ജോലി ചെയ്യുന്ന ജേർണലിസ്റ്റുകളുടെ സ്വകാര്യ അവരുടെ ട്വിറ്റർ ആൻഡ് ഇൻസ്റ്റഗ്രാം ഹാൻഡിലുകൾ കാണാൻ ആളുകൾ അവരെ നിരന്തരമായി ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ എന്ന് വെച്ചാൽ ആളുകൾ ഈ വിവരങ്ങൾ എടുക്കാൻ ഓപ്റ്റ് ചെയ്യുന്നത് മെയിൻ സ്ട്രീം മീഡിയ അല്ല. നിങ്ങൾ തടഞ്ഞു വെച്ച മാർഗ്ഗങ്ങളിലൂടെ പരിമിതമായി വരുന്ന വിവരങ്ങളെയല്ല, എല്ലാ സാധ്യതകളെയും ഉപയോഗപ്പെടുത്തുന്നത് മാത്രമല്ല അതിന് വലിയ സ്വീകാര്യത കിട്ടുന്നതും കാണാം. ഇപ്പോൾ ഇസ്രായേൽ ലോകത്താകമുള്ള വൻനഗരങ്ങളിൽ ഈ ക്യാപ്റ്റീവ്സിൻ്റെയും അവരുടെ ബന്ധുക്കളുടെയും ചിത്രങ്ങളൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് അവർക്ക് അനുകൂലമായ വികാരം ഉണ്ടാക്കാൻ. പക്ഷെ അതിനപ്പുറമാണ് ഫലസ്തീനിലെ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുന്നതിൻ്റെ, അവിടെ ചോരയൊലിക്കുന്നതിൻ്റെ, കെട്ടിടങ്ങൾ വീഴുന്നതിൻ്റെ ദൃശ്യങ്ങൾ എന്നത് നമുക്ക് മനസ്സിലായി കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇസ്രായേലിന് ഏതെങ്കിലും തരത്തിൽ ഫലസ്തീന് മേൽ വിവരയുദ്ധത്തിൽ മേൽക്കൈ നേടാൻ കഴിയുമെന്ന് ചോദിച്ചാൽ ഇല്ല. അതിപ്പോൾ ഹമാസ് അവർ നേരിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നതാണോ? അല്ല. അതിനപ്പുറത്തേക്ക് ജനങ്ങൾ ഏറ്റെടുത്ത് നടത്തുകയും ജനങ്ങൾക്ക് അവർക്കൊപ്പം സഞ്ചരിക്കുകയാണ്. ഇന്നലെയും കൂടി ഞാൻ പറഞ്ഞു, എത്രയാണ് 118 രാജ്യങ്ങൾ ഫ്രീ പലസ്റ്റൈൻ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ജനങ്ങൾ തെരുവിലിറങ്ങി. അത്രയും രാജ്യങ്ങളിലേക്ക്, അത്രയും ജനതകളിലേക്ക് ഫ്രീ പലസ്റ്റൈൻ എന്ന മുദ്രാവാക്യം എത്തിയിട്ടുണ്ട്, ആ # എത്തിയിട്ടുണ്ട്. അത് ന്യായമാണ് എന്ന് അവർ വിചാരിക്കുന്നുണ്ട്. ഇന്നലെ ദാവൂദ് പറഞ്ഞ പോലെ അമേരിക്കയിൽ പോലും യുവാക്കളിൽ ബഹുഭൂരിപക്ഷം പേരും ഫലസ്തീൻ രാഷ്ട്രത്തിനൊപ്പമാണ് നിൽക്കേണ്ടത് എന്ന് ചിന്തിക്കുന്ന സർവേ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അതെങ്ങനെയാണ്? ഇപ്പം നമ്മുടെ ഇൻസ്റ്റഗ്രാം നമ്മൾ തുറന്നാൽ കാണുന്നതാണ്. ഏറ്റവും കൂടുതൽ എനിക്ക് വരുന്ന ഫീഡുകൾ മുഴുവൻ ഇതാണ്. എത്ര തടഞ്ഞു വെക്കാൻ ശ്രമിച്ചാലും ഏതൊക്കെയോ വഴികളിലൂടെ ഇത് വന്നുകൊണ്ടേയിരിക്കും.
അല്ലെങ്കിൽ ഈ പറയുന്ന എല്ലാ പ്ലാറ്റ്ഫോമുകളും. അതുകൊണ്ട് ഈ യുദ്ധത്തിൽ ഇസ്രായേൽ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നത്, കൂടുതൽ അതിനുവേണ്ടി ഫണ്ട് വകമാറ്റുന്നത്, അതിനെക്കുറിച്ച് കൂടുതൽ സിദ്ധാന്തങ്ങൾ. ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റഗ്രാം എടുത്താൽ ഇൻസ്റ്റഗ്രാമിൻ്റെ സെറ്റിങ്സിനകത്ത് പോയിട്ട് എനിക്കിപ്പോൾ ഫാക്ട് ചെക്കിംഗ് എന്ന് പറഞ്ഞ കണ്ടന്റിനകത്ത് ക്ലിക്ക് ചെയ്ത് എനിക്ക് ഇത്തരം കണ്ടന്റ് എടുക്കാൻ താല്പര്യമുണ്ട് എന്ന് പോയി നമ്മൾ ഓപ്ഷൻ മാറ്റി കൊടുക്കണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, ഇത് വെരിഫൈഡ് അല്ല എന്ന് പറഞ്ഞിട്ട് നിരവധി സംഗതികൾ അവർ ഓൾറെഡി ബ്ലോക്ക് ചെയ്യും. അങ്ങനെ വെരിഫൈ ചെയ്യാത്തതും കാണാൻ ഞാൻ ഓക്കെ ആണ് എന്ന് നമ്മൾ പോയി ക്ലിക്ക് ചെയ്യണം. അത് അറിയാത്ത ആളുകളാണെങ്കിൽ ഇതെല്ലാം അവർ ഫിൽട്ടർ ചെയ്യണം. ഈ പ്രശ്നമൊക്കെ അവിടെ നിൽക്കുക തന്നെ ഇതിനകത്ത് ഇസ്രായേലിന് ഇനി ഓൾറെഡി ഈ എഡ്യൂക്കേഷൻ പ്രോസസ്സ് നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ആളുകൾക്ക് ഇതിനെക്കുറിച്ച് ബോധവാന്മാരാണ്. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നത്, ഈ IDF-ൻ്റെ വാർത്താ സമ്മേളനമോ അല്ലെങ്കിൽ ഇവർ ഈ ലോകവേദികളിൽ നടത്തുന്ന ഈ പറഞ്ഞ വ്യായാമങ്ങളൊന്നുമല്ല. അതിനപ്പുറത്തേക്ക് ജനങ്ങളെ സ്വാധീനിക്കുന്ന വർക്ക് ഓൾറെഡി ഡൺ. അപ്പോൾ അതുകൊണ്ട് ഈ സാധനം ഇവിടെ ഉണ്ട്. അത് എത്രയോ കാലമായിട്ട് ഫലസ്തീൻ കോസിനോട് നമ്മുടെ മുഖ്യധാര സ്വീകരിക്കുന്ന, സോഷ്യൽ മീഡിയയും പൊളിറ്റിക്കൽ ലീഡർഷിപ്പും മുഖ്യധാര മാധ്യമങ്ങളും എല്ലാവരും സ്വീകരിക്കുന്ന വിവേചനത്തിൻ്റെ, നീതിരഹിതമായ സമീപനത്തിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കാണുന്നത്. പക്ഷേ അങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ വലുതുകൾക്ക് തടഞ്ഞു വെക്കാൻ കഴിയാത്ത വിധം ചെറുതുകളുടെ ഒരു എന്താ പറയുക സമ്മേളനമാണ് കാണുന്നത്. അവരുടെ വിജയം അതാണ്. അപ്പോൾ ആ പദയാത്രയെ തടഞ്ഞു വയ്ക്കാൻ പറ്റില്ല, കഴിയില്ല. യെസ്, അതാണ് യുദ്ധം 75 ദിവസം പിന്നിടുമ്പോൾ, യുദ്ധം എന്ന് പറയാം, അങ്ങനെയും പറയാം. യുദ്ധം 75 ദിവസം പിന്നിടുമ്പോൾ എന്തായാലും ഇസ്രായേലിന് വലിയ തിരിച്ചടികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ ഒരു വെടിനിർത്തൽ സന്നദ്ധത അറിയിച്ച് മുന്നോട്ട് വരുന്നത്. പക്ഷേ ഹമാസ് പറയുന്നത് വെടിനിർത്തലല്ല ആവശ്യം, ഫ്രീ പലസ്തീൻ എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നു. ആ ലക്ഷ്യത്തിലേക്ക് വരും ദിവസങ്ങളിൽ തന്നെ ഹമാസിന് എത്തിച്ചേരാൻ കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്നത്തെ ഔട്ട് ഓഫ് ഫോക്കസ് ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും കാണാം. നമസ്കാരം.